സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സേവനത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. രാജ്യത്ത് ഗൂഗിൾ പേ വഴിയുള്ള ഓൺലൈൻ പണ ഇടപാടുകൾ വൈകാതെ തന്നെ നടത്താൻ കഴിയും. വരും ആഴ്ചകളിൽ രാജ്യമെമ്പാടും സേവനം ലഭ്യമാക്കുമെന്ന് ഗൂഗിൾ പേ അധികൃതർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. റിയാദ് എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന മണി മിഡിൽ ഈസ്റ്റ് കോൺഫറൻസിൽ സൗദി സെൻട്രൽ ബാങ്കാണ് പ്രഖ്യാപനം നടത്തിയത്. ഡിജിറ്റൽ പേയ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം സൗദിയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെന്റ് സിസ്റ്റം വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക. വിഷൻ 2030 ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഗിൾ പേയ്ക്ക് പുറമെ അലിപേ പ്ലസ് പേയ്മെന്റുകളും ഇനി രാജ്യത്ത് ലഭ്യമാകും. സൗദി സെൻട്രൽ ബാങ്ക് ഗവർണർ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. 2026ഓടെ അലിപേ പ്ലസ് പേയ്മെന്റുകൾ സ്വീകരിക്കാൻ രാജ്യത്തുള്ളവർക്ക് സാധിക്കും. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക, പണമിടപാടുകൾ 2025ഓടെ 70% കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഗൂഗിൾ പേ സേവനം സുരക്ഷിതവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമാണ്. കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഗൂഗിൾ വാലറ്റ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. വിവിധ തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുന്നത്. ഇതിൽ വ്യവസായ നിലവാരത്തിലുള്ള ടോക്കണൈസേഷൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉപഭോക്താക്കൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് പണം നൽകുമ്പോൾ ഒരു വെർച്വൽ കാർഡ് നമ്പർ ഉപയോഗിച്ചാണ് ഇടപാടുകൾ നടക്കുന്നത്. ഈ ടോക്കൺ ഓരോ ഉപകരണത്തിനും മാത്രമുള്ളതാണ്. കൂടാതെ ഓരോ ഇടപാടിനും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് സുരക്ഷാ കോഡുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. ഡിജിറ്റൽ പേയ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്ത് പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. സൗദിയിലെ ഇടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് ഇതോടെ മാറുകയും ചെയ്യും. ഇതിന് ഏറ്റവും സുരക്ഷിത മാർഗമാണ് ഗൂഗിൾ പേ എന്നത്. ഇതുവഴി ഉപഭോക്താക്കൾക്ക് മികച്ച പേയ്മെന്റ് അനുഭവം നൽകാനും കഴിയും. പണമിടപാട് മേഖലയിൽ പുതിയ വാതിൽ തുറക്കുകയാണ് ഇതോടെ സൗദി. വിഷൻ 2030 ഭാഗമായി സാമ്പത്തിക പുരോഗതി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ പുതിയ ചുവടുവെപ്പ്. സൗദി അറേബ്യയുടെ പേയ്മെന്റ് സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിജിറ്റൽ സംവിധാനമായി മാറിയെന്ന് സാമ ഗവർണർ ഐമാൻ അൽ സയാരി അഭിപ്രായപ്പെടുകയുണ്ടായി. 2024 മൊത്തം റീറ്റെയിൽ പേയ്മെന്റുകളിൽ 79% ഇലക്ട്രോണിക് പേയ്മെന്റുകളാണ്. 2023 10.8 ബില്യൺ ആയിരുന്നത് 2024 12.6 ബില്യണായി ഉയർന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഈ വളർച്ച നമ്മുടെ ലക്ഷ്യത്തിന്റെ പ്രതിഫലനം മാത്രമല്ല, വ്യവസായത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കഴിവും കൂടിയാണ് തെളിയിക്കുന്നത് എന്നും അൽ സയാരി കൂട്ടിച്ചേർക്കുകയുണ്ടായി. സൗദി അറേബ്യയുടെ സാമ്പത്തിക മേഖലയിലെ ഈ നേട്ടങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലെ മത്സരശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം സൗദി അറേബ്യയുടെ സാമ്പത്തിക വിപണി അതിവേഗം വളരുകയാണെന്ന് ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇത് 2.4 ട്രില്യൺ റിയാൽ കവിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ സാമ്പത്തിക വിപണിയിൽ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.